ഇത് കണ്ടോ, ഇത് പയ്യതേ അവിടെയൊക്കെ കോടിറങ്ങി തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ, ഇതേടാ എന്ത് രസാന്ന് നോക്കടാ. എടാ അത് കുറച്ചുകൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത് എന്ത് രസമാണെന്ന് അറിയാമോ, അത് കുറച്ചധികം നല്ല തെളിഞ്ഞിങ് വരുവാണെങ്കിൽ ഉണ്ടല്ലോ. ഇതിൻ്റെ മേളിൽ നിന്നാണ് കേട്ടോ നമ്മൾ വന്നത്. നമ്മളിതിൻ്റെ മേളിൽ നിന്നാണ് കേട്ടോ വന്നേ. ഇവിടെ ഒന്നും കോട മാറിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടത്. പക്ഷെ ഏറ്റവും വലിയ രസം എന്താണെന്ന് പറയുമോ, ഈ കോട തെളിഞ്ഞു വന്നോടത്ത് കാണുന്ന കാഴ്ച എൻ്റെ മോനെ. भैया तुमका नाम क्या है? अंशुल। तुम इधर से? शिमला। भैया इधर कौन सा एरिया में जाएगा अभी तक? न्यू कुफरी जाएंगे। ओल्ड क्या है? न्यू कुफरी। ഓക്കെ. എടാ നമ്മളിപ്പോൾ ന്യൂ കുഫ്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ നമ്മളിപ്പോൾ ന്യൂ കുഫ്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ വന്നേക്കണേ. ഇവിടെ ഇതിപ്പോൾ നല്ല കോടമഞ്ഞാണ് കേട്ടോ. നല്ല രീതിയിൽ കോടമഞ്ഞ് കയറി കിടക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഇവനാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പടക്കുതിര. നമ്മൾ ഇതിലാണ് കേട്ടോ വന്നേ. അപ്പം പൊളിയാണ് കേട്ടോ. ഇവൻ മച്ചാനും അടിപൊളിയാണ്. ഇത് ഓടിച്ചവനും അടിപൊളിയാണ്. അവൻ നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല പെട്ടൊക്കെ ഉണ്ടായിരുന്നു. സാധനം കിടക്കുന്ന കെട്ടപ്പം ഉണ്ടോ, ഇവൻ്റെ മുറ്റല്ലേ. എടാ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ കയറി പോകണം. ഇതിൻ്റെ മേളിലാന്ന് പറഞ്ഞ്, ഈ മലയുടെ മേളിലാന്ന് പറഞ്ഞ് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. പക്ഷെ ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല കോടമഞ്ഞാണ് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് നിന്ന് പോയി നോക്കാം. എന്താ അവിടുത്തെ അവസ്ഥ എന്നൊന്നും അറിയാലോ. പോയി നോക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രി. ഹിന്ദി എഴുതിയേക്കണമെങ്കിൽ ഹിന്ദി വായിക്കാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്താ എഴുതിയേക്കണമെന്നുള്ളത് അറിയില്ല. ആർക്കെങ്കിലൊക്കെ വായിക്കാനറിയാമെങ്കിൽ വായിച്ചോളൂ കേട്ടോ. നമുക്ക് ഇതിലെ കയറിപ്പോ. ഇതിൽ കുറച്ച് പോകാനുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഒരു മലയുടെ ടോപ്പിലാന്നാണ് കേട്ടോ പറയണത്. ഇതിലിങ്ങനെ കയറി പോകണം കേട്ടോ. എടാ ഇത് ശരിക്കും വരുന്നത് ഓൾഡ് കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് ഷിംലയിൽ നിന്ന് കുറച്ച് പോകണം. ഇതിനകത്തേക്കൂടെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ താഴെ വരെ ജിപ്സിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇപ്പം മേളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. ഇത് കണ്ട, താഴത്തുനിന്ന് പോകുന്നപ്പോൾ എണ്ണി തുടങ്ങാറുന്നു കേട്ടോ. ഇതിപ്പോൾ എത്ര പടിയുണ്ടെന്നുള്ളത്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടാ. ഇത് കണ്ണത്തെ ദൂരം വരെ കിടപ്പാണ്. ഇത് കണ്ടോ, അങ്ങ് പോകണം. നമുക്ക് അങ്ങ് പോയി നോക്കാം. ആ ഒരു ചുമപ്പ് ടൈപ്പ് ഇത് കണ്ട, അതിൻ്റെ സെയിം കളർ ചേഞ്ചാണ് കേട്ടോ ഈ പറയുന്ന വൈറ്റ്. പക്ഷെ അത് എന്തിൻ്റെയാണെന്നുള്ളത് അറിയത്തില്ല. നമുക്ക് ഒന്ന് അപ്പുറത്തേക്ക് ചാടി നോക്കാം. അപ്പുറത്തേക്കൊന്ന് ചാടിയിട്ട് അതൊന്ന് പറിക്കാം.
ഈ മതിൽ ചാടാൻ അത്ര ഈ മതിൽ ചാടാൻ അത്ര എളുപ്പമല്ല കേട്ടോ. മതിലൊക്കെ ചാടുന്നവരെ സമ്മതിക്കണം കേട്ടോ. കഷ്ടപ്പെടാതെ ലൈൻ കിട്ടില്ല മോനെ. ഇതേടാ ഇത് കണ്ടോ, ഇതാണ് കേട്ടത്. ഇതാണ് കേട്ടോ ആ വൈറ്റ് കളറുള്ള സാധനം. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത്. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. എടാ ഇതിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ. ആ ഈ വൈറ്റിന് നല്ല സ്മെല്ലുണ്ടടാ. നല്ല സാധനം കേട്ടോ. എടാ നമ്മളിത് ഇങ്ങ് കയറി വന്നിട്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. നമുക്കിനി അങ്ങ് പോകാൻ കേട്ടോ. ഇതിപ്പോൾ എന്തോരം പോകാനുണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. ടൈമുണ്ടല്ലോ. നല്ലല്ലേ, നല്ല രസമല്ലേ. ശരി, നമുക്കൊന്ന് മേലേക്ക് വാ. എടാ ഇവിടെ നിന്ന് ഇനി കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് മുമ്പ് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എന്നാന്ന് വെച്ചാൽ എടാ നോക്കിയിട്ട് അങ്ങ് കണ്ണത്ത ദൂരത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കുറച്ചധികം പോകാനുണ്ടെന്ന്. കുറച്ച് വേഗം പോയി നോക്കാം. അവിടെ മേളിൽ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹായ് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. नाम क्या है? इधर से आदमी है? हिमाचल? ओके, मैं केरला में. या केरला टू लद्दाख. ये ज़्यादा दूर है? नहीं यहीं पे पास नियर बाय. टेम्पल है ना? ओके भैया. हाय ബൈ. എടാ അത് രാഹുൽ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ആളിവിടെയുള്ള ആളാണ് കേട്ടോ. ആള് പറഞ്ഞ് ഇവിടെ അടുത്താണെന്നാണ് കേട്ടോ പറഞ്ഞേ. നമുക്ക് എന്തായാലും പോയോ ആടാ. അങ്ങനെ നമ്മൾ എത്തിയിട്ടാ. ദേ കാണുന്നുണ്ടാ, അതാണ് കേട്ടോ. നല്ല രസമല്ലേ നിങ്ങൾക്ക്? കോടമഞ്ഞ് കയറി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ചുവപ്പ് കണ്ടോ. ഇതിപ്പോഴും കോട കയറി മാറിയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കോട കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കണ്ടോ ഇതേടാ, നമ്മളെ കുട്ടമ്പുഴയ്ക്ക് പോയപ്പോൾ ആനയുടെ കണ്ടെങ്കിൽ ഇത് കുതിരയുടെയാണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ജയസൂരിക്ക് കൊടുത്തിട്ട് പുള്ളിക്കൊരു പ്രയോജനമില്ല. എടാ ഇത് മറ്റേ നമ്മുടെ പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് മറ്റേ ദിലീപ് മറ്റേ ഫാക്ടറിയിൽ കയറിച്ചില്ലല്ലേ, ഷൂ പുറത്ത് ഊരിയിട്ടിട്ട് വന്നിട്ടോ വരാമെന്ന് പറഞ്ഞത്. ഇത് ഷൂ അല്ല, കാലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഞാനും കുറേ കയറി ചവിട്ടിയുണ്ട്. ഇതുണ്ടോ, ഇതൊന്നും ചെളിയല്ല കേട്ടോ. ഇതാ നമുക്കെന്തായാലും മേളിലേക്ക് പോയി നോക്കാം. എടാ നല്ല രസമുണ്ട് കേട്ടോ. ഞാടാ അവിടെ ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഇതിനെന്തോ വൈറ്റിളക്കം തന്നെ തോന്നുന്നു. ഇത് നമ്മളെ താഴെ കണ്ട പോവാണ് കേട്ടോ. നല്ല രസമല്ലേ. എടാ ഇത് കുറേ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. നമ്മളപ്പറേ പോയപ്പോൾ ഇതല്ല കേട്ടോ, വേറൊരു സാധനം കേട്ടോ കണ്ടേ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ആ ചുവപ്പ് ഇത് നമ്മൾ താഴത്തുനിന്ന് കണ്ടാണ് കേട്ടോ. ചെടികളുണ്ട് കേട്ടോ അവിടെ. കുറേ നല്ല ചെടികളുണ്ട്. എടാ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണോന്ന് അറിയില്ല കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആരെങ്കിലും പറയാനോട്ടാ. ഞാനിതൊരു മുമ്പൊന്നും കണ്ടിട്ടില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടോ, നല്ല രസമല്ലേ നമുക്ക്. എന്താ ഇതും വേറൊരു ടൈപ്പാണ് കേട്ടോ. എടാ ഇത് മുള്ളുണ്ട് കേട്ടോ. എടാ ഇത് റോസാപ്പൂവിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് മുള്ളുണ്ടോ. അതേ ഇത് കണ്ടോ, ഇത് മുള്ളുള്ളതാണ് കേട്ടോ. ഇതും വേറൊരു സാധനം കേട്ടോ.
ഇതും വേറൊരു ടൈപ്പ് സാധനം. എടാ ദേ ഇതിനകത്ത് കായുണ്ടാ, ഇതുണ്ടോ? എടാ ഇങ്ങനത്തെ പല സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ കിട്ടും കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് എടുത്ത് കടിക്കരുത്, പിന്നെ പറന്ന് കിടക്കും. ഇത് അതേപോലെ പറക്കണം ഗുളികയാണോന്ന് അറിയാൻ പാടില്ല. ഒരെണ്ണം കടിച്ചു നോക്കണം. കടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മലയല്ല ഇതിൻ്റെ മേളം മല കയറും. പിന്നെ അങ്ങ് മേളിലേക്ക് പോയി നോക്കാം. എടാ നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ടോ, എന്ത് രസം നോക്കടാ. നല്ല രസമല്ലേ? ഇതുണ്ടോ? എടാ വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം കുഴപ്പമില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കിതൊന്നും മനസ്സിലാവില്ല. വാ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. എടാ ഇത് കണ്ടോ? എടാ നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന തൊട്ടിൽ അല്ലെങ്കിൽ താലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടില്ലേ എന്ന് പറയണ ഇവിടെ ഇവരുടെ ആചാരത്തിലുള്ള ആചാരം എന്നല്ലേ ആയിരിക്കും. അങ്ങനെയുള്ള എന്തോ സംഭവമാണ് കേട്ടോ ഇതൊക്കെ. എന്തെങ്കിലും നേർച്ചയൊക്കെ നേർന്ന് കെട്ടിയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ. ദേ ഇതിനകത്ത് കണ്ടോ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. പക്ഷെ ഇത് മുഖം വ്യക്തമല്ല കേട്ടോ. പക്ഷെ ഇതുണ്ടോ ആളുകൾ നേർച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മുഖം വ്യക്തമല്ലടാ, എന്താന്നുള്ളത് അറിയില്ല. ഇതുണ്ടോ നല്ല രസമല്ലേ? എടാ അതേപോലെ ഇതിൻ്റെ ഒന്നും ചരിത്രം ചോദിക്കരുത് കേട്ടോ. എനിക്കറിയില്ല ഇതിൻ്റെ ചരിത്രം ഒന്നും പറഞ്ഞു തരാൻ. അതിനല്ലേ എനിക്ക് ഇവർ പറയണത് തന്നെ അറിയാൻ പാടില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയാമുള്ളൂ. നേരല്ലേ ഇതിൻ്റെയൊക്കെ ചരിത്രം ചോദിക്കണേ. ചരിത്രം ഒന്നും ചോദിക്കരുത്, കണ്ടാൽ മതി. എന്താ നമുക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ചു നോക്കാം. ഇതെന്താണ്, ഈ അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് എൻ്റെ മേലേക്ക് പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഓപ്പണാണ് കേട്ടോ ഇവിടെ. ആ നാക്ക് എന്തായാലും അടിപൊളി നാക്ക. ഇവിടം വരെ ഇവിടെ വരാൻ പറ്റുമോ? ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലോക്ക. അങ്ങോട്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇങ്ങോട്ടേക്കൊരു വഴി കാണുന്നുണ്ട്, നമുക്ക് ഇതിലെ പോയി നോക്കാം. हाय कैमरा अलोडे जूता जूता चप्पल സോറി 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 സോറി. എടാ നമുക്കേ അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ഷൂ ഇട്ട് കയറാൻ പാടില്ല. നമുക്കേ ഇതവിടെ താഴെ ഊരിയിടണം. നമുക്ക് ഷൂ താഴെ ഊരിയിടാം. സോറി. എടാ ശരിക്കും ഇതിലെയാണ് കേട്ടോ വരേണ്ടത്. ഇതിലെ വന്നിട്ട് ഇത് ഇവിടെ ചെരുപ്പുകളൊക്കെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഏതോ ദിക്കി കൂടെ വന്ന്. നമ്മുടെ ഷൂ ഇവിടെ കിടക്കട്ടെ. ഇതാണ് കേട്ടോ. എടാ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു പ്രതീക്ഷിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതെന്താന്നുള്ളത് അറിയില്ല കേട്ടോ. എടാ ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാരൻ കോതളംകാരൻ നമ്മുടെ ദേവദത്തില്ലേ, അവൻ്റെ ഒരു സിനിമ ഇറങ്ങിയില്ലേ ഈ ഇടയ്ക്ക്, ധീരൻ. അതിനകത്ത് നായകനെ രക്ഷിക്കാൻ വേണ്ടി അവർ ഏതൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുത്തൻ ചോദിക്കില്ലേ ഇവിടെ അമ്പലം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഇവിടുത്തെ പ്രതീക്ഷ എന്താണെന്ന് നോക്കുമ്പോൾ കാക്കയെന്ന് പറയണ പോലെ. ഇതൊക്കെ ഏത് കാക്കയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ഒരു അനുഭവമാണ് കേട്ടോ. രസമല്ലേ?
എടാ നമ്മളത് അങ്ങനെ പയ്യെ താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. എടാ അതേപോലെ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ ഇന്ത്യ മൊത്തം നടന്ന് കണ്ട അമ്പലങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ കയറി ഇറങ്ങി വായി തോന്നണൊക്കെ പറഞ്ഞുണ്ടാക്കുകയെന്നൊന്നും പറയരുതട്ടോടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മതതീവ്രവാദി ആക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ ഞാനൊരു ഇഷ്ടം കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എടാ അവിടെ വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വായി തോന്നുന്നു പറയുന്നതല്ലാതെ ഇതൊന്നും ആരെയും നോവിക്കാനോ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാൻ പറയണോ അല്ല കേട്ടോ. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, ഒന്നും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും പയ്യെ താഴത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ ഇവിടെ സമയമൊന്നും ആയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 12 മണി ആവണേ ഉള്ളൂ. അത് ഉച്ചയ്ക്ക് 12 മണി ആവണേ ഉള്ളൂ. നമുക്ക് ഇനിയും ടൈമുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് അതേപോലെ ഇനി പോകുന്ന വഴിക്ക് ഷിംലയിൽ പോകണം. ഷിംല ടൗണൊക്കെ ഒന്ന് കാണണം. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന പോലെ റെയിൽവേ സ്റ്റേഷൻ, അതായത് കൽക്കാം ഷിംല, നമ്മളതായിരുന്നു പ്ലാൻ ചെയ്തായിരുന്നു ആദ്യം. അതായത് നമുക്ക് ഈ പറയുന്ന ട്രെയിനിന് വരാമെന്നായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ എന്താ പറയുക മഞ്ഞ് വീഴ്ചയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇത് വരുന്നത് കൊണ്ട് ആ ഒരു റൂട്ടിൽ നമ്മൾ വരുന്നത് കൊണ്ട് നമുക്കൊരു ഇതില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ബൈ കാറ് വഴി വന്നത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ മണാലി പോയി 3 രാത്രി മണാലി സ്റ്റേ ചെയ്ത് അവിടെ അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമുക്ക് അവിടെ നിന്നൊരു ബൈക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർഗ്ഗം എടുത്തിട്ട് വേണം നമുക്ക് ലഡാക്കും കൂടെ കവർ ചെയ്യാൻ. അതുകൂടെ കവർ ചെയ്ത് റിട്ടേൺ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് ബാക്ക് ടു ബഹ്റൈൻ. അപ്പം താഴെ ചെന്നിട്ട് കാണാം.